This news is brought to you by ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. ഒരു 1.5 മീറ്റർ കടന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. മാക്സിമം വിട്ടു. വലയിൽ വരുന്നത് എനിക്ക് അറിയുന്നുണ്ട്. അപ്പൊ അത്രയും 1.5 മീറ്റർ എനിക്ക് 5 സെക്കൻഡ് കിട്ടിയാൽ മതി കടന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഈ അത്രയും സ്പീഡ് ഞാൻ അപ്പോഴും എത്തിയത് കൊണ്ടാണ് ഇത് പുറസൈഡ് ആയിപ്പോയത്. അല്ലെങ്കിൽ ഇച്ചിരി സ്ലോ ആകുന്നെങ്കിൽ ബേക്കിലായി വന്ന് വീണതിന്റെ സെന്ററിലാവും. ആദ്യം ഇടിഞ്ഞിട്ട് വന്ന് റോഡിന്റെ താഴേക്ക് വീണ് കുറേ ഒഴുകുന്നു. അന്നേരമൊക്കെ ഒരു ഉറക്കം പോലെ അതാണ് അവൻ്റെ ബോധം പോയ അവസ്ഥയാണ്. പക്ഷേ ഈ ചെടി ഒഴുക്ക് നിന്ന് ഞാൻ അവിടെ അടിഞ്ഞ് ഞാൻ ഉറക്കം പോലെ മയക്കത്തിൽ നിന്ന് ബോധം തെളിയുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കവന്ന് തുറക്കും. അപ്പോൾ ഞാൻ നമുക്ക് ശ്വാസം കിട്ടുന്നതിന് മുകളിൽ മണ്ണുണ്ട്, തലകെട്ട മണ്ണുണ്ട്. ശ്വാസം പൊട്ടിയിട്ട് എനിക്ക് ഞാൻ വലിയ ചെടിയാകും. ചെടികളൊന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചെടി ശ്വാസവാസം കയറിയപ്പോൾ പിന്നെ വലിക്കാൻ പറ്റില്ല. പിന്നെ രക്ഷത്തില്ലാന്നുകൊണ്ട് ഞാനിത് മരണപ്രാണത്തോടെ ഇങ്ങനെ നോക്കി. ഇങ്ങനെ നോക്കിയപ്പോഴത് പ്രകാശം വേണം. ഞാൻ പെട്ടെന്ന് ഈ കൈക്ക് വലിയ കുഴപ്പമില്ല, മണ്ണല്ല. ഞാൻ ഈ കൈ കൊണ്ട് മുട്ടി കൈ പൊക്കിയപ്പോൾ അവിടെ ചപ്പ. അപ്പോൾ ഈ ചപ്പ് ഇങ്ങനെ മാറ്റി മണ്ണിന് മുകളിൽ. അപ്പോൾ ഈ തല മണ്ണിന് മുകളിൽ വരാൻ അധികം ദൂരമില്ലാന്ന് തോന്നി ഞാൻ ഈ ചെരിഞ്ഞ് കിടന്ന തല ഈ ചെടിക്ക് ഇടയ്ക്കുന്ന കല്ലിൻ്റെ ഇടയ്ക്ക് വശത്തോട്ട് തിരിച്ച് ഇങ്ങനെ പെടലി കൊണ്ട് പൊക്കി ഈ ദ്വാരത്തിൽ വന്നാൽ ഇങ്ങനെ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. പക്ഷേ എനിക്ക് ശ്വാസം എടുത്തു വലിക്കാൻ പറ്റില്ല. എടുത്തു വലിക്കാൻ പറ്റുന്ന പക്ഷേ അങ്ങനെ നടന്നപ്പോൾ അതിനെ കഴിഞ്ഞ് ഭയങ്കര സൗണ്ട് വരണോറേക്ക് വരും. ഞാൻ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ബോധം പോയി. പിന്നെ ഞാനിങ്ങനെ ഉള്ളിൽ പോകുന്നതായിട്ട് എനിക്കറിയാം. റോഡിൽ നിന്ന് താഴോട്ടാണല്ലോ വീഴുന്നത്. ഈ അബോധാവസ്ഥയിലാണെങ്കിൽ റോഡിൽ നിന്ന് താഴോട്ടാണല്ലോ വീഴുന്നത്. താഴത്തെ റോഡിലോട്ടാണല്ലോ വീഴുന്നത്. എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത്. ആ തോന്നൽ തോന്നി റോഡിൻ്റെ താഴെ വന്ന റോഡിൽ താഴത്തെ റോഡിൽ അവിടെ കിടക്കും. പിന്നെ ഞാൻ ഉറക്കം കഴിയുമ്പോൾ മഴവെള്ളം മുഖത്തോട്ട് വീഴുന്നു. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഇതുപോലെ കിടക്കുന്നില്ല. 2 സൈഡിൽ തടുക്കഷ്ണം കുറച്ചില്ല കല്ലും വെള്ളം 2 സൈഡിലും വീഴുന്നു. ഞാൻ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ കുമ്പക്കാരനെ വീടിൻ്റെ അവിടുത്തെ വളവും ഇവിടെ അമ്മണി വളവും കാണാം. അപ്പം കാട്ട റോട്ടിൽ അങ്ങനെ കിടന്ന് ആരെയും കാണുന്നില്ല. കുറച്ചേരം കിടന്നില്ല. 3ാമത്തെ വീട്. അപ്പം ഞാൻ പിന്നെ വേറെ തിരിയാ കണ്ണടച്ചു. എന്തായാലും പോയി വേറെ കഴിഞ്ഞു കണ്ണടച്ചിടട്ടോ. ആ വെള്ളം വന്നിട്ട് നേരെ മുകളിൽ ഒരു ആഞ്ഞിലിയാണ്. ആ ആഞ്ഞിലിക്ക് തട്ടിയിട്ട് 2ആയിട്ട് തിരിഞ്ഞിട്ട് വെള്ളം പകുതി. അത് പിന്നെ വേറെ ചടങ്ങുകളൊന്നുമില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല എന്തൊക്കെ വന്നു എനിക്ക് അറിയില്ല. പിന്നെ കണ്ണു തുറന്ന് കുറച്ച് നേരം നോക്കുമ്പോൾ ആ പുള്ളിക്കാരി ചെയ്തത് പഠിച്ചാലെ കച്ചവടം ചെയ്തിട്ട് ഞാൻ കുറിച്ചും ഞങ്ങളെ പുള്ളിക്കാരി വന്നു. ഓടി വന്നു. കുട്ടിനെ സംബന്ധിച്ചോളം എന്നെക്കാളും കുട്ടിക്ക് എന്നാ ചെയ്യാൻ പറ്റും. കുട്ടിക്കിൻ്റെ ഡബിൾ ഉണ്ട്. ഇങ്ങനെ വിറയ്ക്കുക. ഞാൻ എന്നാ ചെയ്യണ്ടേന്ന് ആപ്പാട് വേദാനപ്പെട്ടു. അപ്പോഴത്തേക്ക് തള്ളായി തൊമ്മനെ മോളിൽ കണ്ടു. അവിടെ വിളിച്ചു. വിളിച്ചാൽ ഒച്ച വരണ്ടേ, അവർക്കും ഒച്ച വരണ്ടേ. ഒച്ച വരുന്നു. എല്ലാവർക്കും വിളിച്ച് വെറുക്കി എല്ലാവരും വന്നു. അപ്പോഴത്തേക്ക് താഴെ നിന്ന് വണ്ടി വരുന്ന ഒച്ച കിട്ടും. അപ്പോൾ ഞാൻ അവിടെ കുത്തിച്ച വിളിച്ചിട്ട് വേണ്ട ആ വണ്ടി വന്നാന്ന് ഓർമ്മ പിന്നെ അറിയാം. പക്ഷേ നീന പറഞ്ഞു ഒരു വണ്ടി കടന്നു, മറ്റേ വണ്ടിക്ക് എന്താണ് പ്രശ്നം വന്നു. ബാൻബലിന് കൊണ്ടുവന്നത് ഇത് വഴി പിഴിഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ യൂറിലോട്ട് നന്നായി തിരിച്ചു കടന്നു വിട്ടുപോയതിനായിരുന്നു. അതെല്ലാം നമ്പരാൻ മാറ്റില്ല. അന്നേരം എന്നെ ജീപ്പിനെടുത്തു. പിന്നെ അവരിപ്പുറത്ത് വന്നു. പിന്നെ അണീച്ചാലിടുന്ന വണ്ടി കൂടെ അങ്ങോട്ട് വന്നു. അവനാളെ കൊണ്ടുവന്നു. അവരവിടെ ആ ജീപ്പിൽ ഇങ്ങോട്ട് കയറ്റി. ഇവിടെ വരുന്നു. ഇവിടെ വെള്ളപ്പൊക്കം പള്ളിയിലേക്ക് കയറ്റി. വയലാഴ്ചയിൽ അവിടെ കൊണ്ടുപോകും. പിന്നെ വെള്ളം ടാപ്പലിന് കയറ്റി. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി വരവായി. ഏവർക്കും ഗൃഹലക്ഷ്മിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെറുമൊരോണമല്ല, നമ്മൾ കാത്തിരുന്ന സർപ്രൈസുകളുടെ ഉത്സവമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ ഓണം മെഗാ ഓഫറുകൾ ലൈവ്. 20 മുതൽ 50% വരെ വമ്പിച്ച വിലക്കിഴിവ്. മിക്സി, സ്റ്റൗ, കുക്കർ, ഓവൻ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സെറാമിക്, ഗിഫ്റ്റ് ഐറ്റംസ്, എക്സ്ട്രാ ബ്രാസ് ഐറ്റംസ്, അങ്ങനെ വീട്ടിലെ ഓരോ ആവശ്യത്തിനും ഇനി മറ്റെവിടെയും പോകേണ്ട. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, മികച്ച വിലക്കുറവ്, ഒപ്പം ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വേഗം പോരൂ. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. ഈ ഓണത്തിന് ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.